മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാമദേവൻ്റെയും പ്രതാപൻ്റെയും ദുഷ്ടതയ്ക്കൊക്കെ മാർക്കോയും ലോപ്പസും ചേർന്ന് നല്ല തിരിച്ചടി കൊടുക്കുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. സ്വന്തം അച്ഛനെ കൊന്നത് വാമദേവനാന്ന് അറിഞ്ഞിട്ടും ഈ ഉണ്ണി വാമദേവനെ സപ്പോർട്ട് ചെയ്ത് പറയണ കാണുമ്പം ഈ ദുർഗ വാമദേവൻ വിശ്വനാഥൻ മരിക്കുന്നതിന് മുമ്പ് കമ്പനിയിൽ തിരിമറി നടത്തിയ കാര്യങ്ങളും പിന്നീട് അത് ദുർഗയോട് വന്ന് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും ഈ ഉണ്ണിയോട് തുറന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എന്നിട്ട് അമ്മാവൻ എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അമ്മാവൻ പറഞ്ഞത് ഈ വീടും സ്ഥലവും അമ്മയുടെ പേരിൽ എഴുതി വയ്ക്കാൻ അമ്മാവൻ അച്ഛനോട് പറഞ്ഞപ്പം അച്ഛന് അതിന് തയ്യാറായില്ല. എല്ലാ സ്വത്തും കണ്ണേട്ടന് കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മാവൻ എൻ്റെ അച്ഛനെ കൊന്നേന്നാലോ പറഞ്ഞതെന്ന് പറയുമ്പം നീ ഇപ്പോഴും ആ വാമദേവനെ വിശ്വസിച്ച് നടക്കുകയാണോടാ? അയാൾ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. പിന്നീട് എനിക്ക് സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു ജീവിതമാണ് കിട്ടിയത്. വിശ്വേട്ടൻ ഒരു കാര്യത്തിലും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതുപോലെ തന്നെ കണ്ണനാണെങ്കിലും എന്നെ സ്വന്തം അമ്മയായിട്ടാണ് സ്നേഹിച്ചത്. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ആ ഒരു സ്നേഹമുണ്ട്. പക്ഷെ ഞാൻ അത് മനസ്സിലാക്കാത്തത്. നിൻ്റെ അച്ഛൻ അന്ന് ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് വാമേട്ടനോട് അച്ഛൻ മോശമായി പെരുമാറിയതിൻ്റെ ശാപം കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്നാൽ ഒരിക്കലും അയാൾ എൻ്റെ വിശ്വേട്ടനെ കൊന്നതാണെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും ഇത്രയും ക്രൂരത നമ്മളോട് ചെയ്ത അയാളെ നീ വീണ്ടും കാണാൻ പോയി എന്തിനാടാന്ന് ചോദിക്കുമ്പം അത് ഞാൻ വേറെ ഒന്നിനുമല്ല, എനിക്ക് കണ്ണേട്ടനോട് വിരോധം ഉള്ളതുകൊണ്ട് അയാളെ എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ അമ്മാവനെ കാണാൻ പോയത്. എന്തായാലും അമ്മ പറയണതൊന്നും ഞാൻ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പോകണില്ല എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, ഞാൻ പറയണത് നീ വിശ്വസിക്കണ്ട, നീ നിൻ്റെ അമ്മാവനെ തന്നെ വിശ്വസിച്ചോ. എന്തായാലും അമ്മാവനും മേഘനും ഇപ്പോൾ കണ്ണൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കണ്ണൻ നിർത്തിയിട്ടുണ്ട്. ഇനി നിൻ്റെ കാര്യം അത് നീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് കണ്ണൻ പറഞ്ഞേക്കണേ. മിക്കവാറും നിനക്കിപ്പോൾ മാസം തന്നുകൊണ്ടിരിക്കുന്ന പൈസ കണ്ണൻ അങ്ങോട്ട് കട്ട് ചെയ്യും. പിന്നെ നീ എങ്ങനെ ജീവിക്കൂടാ? കരുണേനെ നീ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും? അത് മാത്രമല്ല, കരുണയാണെങ്കിൽ ഇപ്പോൾ ഒരു അമ്മയാവാൻ പോവുക. നീ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ കരുണയുടെ എല്ലാ കാര്യങ്ങളും കണ്ണനും മഹാലക്ഷ്മിയും ചെയ്തോളും. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് ആരുടെ ഔദാര്യം ഒന്നും വേണ്ട, എനിക്ക് കിട്ടാനുള്ളത് തന്നെ എനിക്ക് കിട്ടണം, അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, ഇനിയും നീ കണ്ണനെയും മഹാലക്ഷ്മിയെയും അവരുടെ കുഞ്ഞിനെയും അപകടപ്പെടുത്താൻ നടന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തിരിച്ചടി കിട്ടാൻ പോകുന്നത് നിനക്കും കരുണയ്ക്കും തന്നെയായിരിക്കും. എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളവരാ. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം നമ്മളെല്ലാവരും ചേർന്ന് അവരെ അപകടപ്പെടുത്താൻ നോക്കി. അന്നൊക്കെ നമുക്ക് തന്നെയല്ലേ തിരിച്ചടി കിട്ടിയേക്കണേ. ഞാൻ പറഞ്ഞല്ലോ, ആ പൂജാമുറിയിൽ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹം ജീവനുള്ള വിഗ്രഹം. അന്ന് നീ കണ്ണനെയും കൊണ്ട് ആസ്പത്രിയിലേക്ക് പോയതിന് ശേഷം എനിക്ക് നിൻ്റെ പോക്ക് കണ്ടപ്പോൾ സംശയം തോന്നി. അങ്ങനെ ഞാൻ ആ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ആ കണ്ണനൊരാപത്തും വരാതെ രക്ഷപ്പെട്ടത്. ആ സമയത്ത് കൃത്യമായിട്ട് മാർക്കോ അവിടെ എത്തുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, എന്തായാലും ഇത്രയും നാളും നീ ചെയ്തതൊക്കെ ചെയ്തു. ഇനിയെങ്കിലും കണ്ണനെ മഹാലക്ഷ്മിയെയും സ്നേഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് വേണ്ടതെല്ലാം അവർ തരൂടാ. ഇപ്പം തന്നെ കണ്ടില്ലേ, കണ്ണൻ മഞ്ജുവിന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്. മഞ്ജുവിന് പുതിയ വീട് വാങ്ങിക്കൊടുത്തു. അതുപോലെ നിനക്കും അവൻ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഈ ഉണ്ണി പറയുന്നുണ്ട്, അയാൾ എനിക്കൊന്നും തരാൻ സാധ്യതയൊന്നുമില്ല. എന്തായാലും നേരായ വഴിക്ക് അയാളൊന്നും തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, വളഞ്ഞ വഴിക്കാണെങ്കിലും ഞാൻ അയാളുടെ സമ്പാദ്യമൊക്കെ കൈക്കലാക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയും പ്രതാപനെയാണ്. വാമദേവനും പ്രതാപനും ഈ മാർക്കോയുടെ മുന്നിൽ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, രണ്ടെണ്ണവും അവിടെ നീണ്ടു നിവർന്ന് അങ്ങോട്ട് കിടക്ക്, നിങ്ങൾക്കുള്ള ശിക്ഷ ഞങ്ങൾ ആരംഭിക്കാൻ പോവാന്ന്. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, മാർക്കോ മോനെ, നീ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചത്തുപോകൂടാന്ന് പറയുമ്പം നീയൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്തിനാടാ? മനുഷ്യന്മാരെ കൊല്ലാനല്ലേ നീയൊക്കെ നടക്കുന്നത്? എന്തായാലും അതിനുള്ള ശിക്ഷ തന്നിട്ട് ഇന്ന് ഇവിടുന്ന് വിറണോളൂ. ഇനി ഒരിക്കലും കണ്ണൻ സാറിനെയോ മഹാലക്ഷ്മിയോ കുഞ്ഞിനെയോ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് മനസ്സിൽ പോലും തോന്നരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിൽ വരുമ്പം ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന സൽക്കാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ആ കാര്യം ഓർമ്മ വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ദ്രോഹിക്കാൻ തോന്നൂലാന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ല മാർക്കോ, ഇനി ഞങ്ങൾ ഒരിക്കലും കണ്ണനെയും മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി നടന്നോളാം എന്ന് പറയുമ്പം ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും താക്കീത് ചെയ്തതാ. അതുപോലെ തന്നെ തൻ്റെ മരുമകനില്ലേ ആ ഉണ്ണി, അവനെയും ഞാൻ താക്കീത് ചെയ്തിരുന്നതാ. തൻ്റെ മകളെയും വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോണ സമയത്ത് കാറ് തടഞ്ഞു നിർത്തി ഞാൻ അവനോട് പറഞ്ഞതാ, കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കൂലാന്ന്. എന്നിട്ട് അവൻ കണ്ണൻ സാറിനെ കൊല്ലാൻ നോക്കി, അതും AC-യിൽ വിഷവാതകം കടത്തി വിട്ടിട്ട്. അന്ന് അവനക്ക് അറിയില്ലായിരുന്നു കണ്ണൻ സാറ് എണീറ്റ് നടക്കൂന്ന്. കണ്ണൻ സാറ് വീൽ ചെയറിലാണെങ്കിൽ അവിടെ കിടന്ന് മരിച്ചോളൂ എന്ന് അവൻ വിചാരിച്ച്. എന്തായാലും അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ആക്കിയിട്ടുണ്ടെന്ന്. അത് കേട്ടതും ഈ പ്രതാപൻ പറയുന്നുണ്ട്, ഉണ്ണി കൊല്ലാൻ നോക്കിയതിന് ഞങ്ങളെ എന്തിനാ മാർക്കോ ഉപദ്രവിക്കണേന്ന് ചോദിക്കുമ്പം ഉണ്ണി കൊല്ലാൻ നോക്കിയത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടു കൂടിയാണ്. അവന് ഗുണ്ടകളെ ഏർപ്പാട് ചെയ്ത് കൊടുത്തത് ഈ വാമദേവനല്ലേന്ന്. അത് കേട്ടതും വാമദേവൻ പേടിയോടുകൂടി മാർക്കോയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇല്ല മാർക്കോ, ഞാനല്ല ഏർപ്പാട് ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞതും ആ പരമൻ്റെ പേര് പറഞ്ഞു കൊടുത്തത് നീ അല്ലടാ വാമാന്നും ചോദിച്ചുകൊണ്ട് ഈ മാർക്കോ വാമൻ്റെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് ലോപ്പസ് പറയുന്നുണ്ട്, നമുക്ക് ഇവന്മാരെ ഇങ്ങനെ ഇരുത്തിയാൽ മതിയോ മാർക്കോ, ഇവന്മാർക്കുള്ളത് കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തുടങ്ങാം, എന്തായാലും രണ്ടെണ്ണവും നിലത്ത് അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടന്നോളാം
പറയുന്നു. അങ്ങനെ മാർക്കോ ഈ വാമദേവനെയും പ്രതാപനെയും തറയിൽ കമത്തി കിടത്തുന്നുണ്ട്. കമന്ന് കിടന്നിട്ട് ഇവരോട് രണ്ടുപേരോടും കൈ മുന്നിലോട്ട് നീട്ടി വെച്ച് അങ്ങനെ കിടക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് പ്രതാപനും വാമദേവനും മാർക്കോ എന്ത് ചെയ്യാൻ പോവാന്ന് അറിയാൻ പാടില്ലാതെ ഇങ്ങനെ പേടിച്ച് വിറച്ചാണ് കിടക്കണേ. അങ്ങനെ മാർക്കോയാണെങ്കിൽ ലോപ്പസിൻ്റെ കയ്യിലേക്ക് ഒരു വടി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വടി മാർക്കോയുടെ കയ്യിലും വെച്ചിട്ട് മാർക്കോ പറയുന്നുണ്ട്, എന്നാൽ തുടങ്ങിക്കോ ലോപ്പസ് എന്ന്. അങ്ങനെ മാർക്കോയും ലോപ്പസും ഈ പ്രതാപൻ്റെയും വാമദേവൻ്റെയും കാലിൻ്റെ ഉള്ളംകാലിലേക്ക് നല്ലോണം ആ വടി വെച്ച് അടിക്കുന്നുണ്ട്. അടി കൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞ് ഇവർ കിടന്ന് കരയുന്നുണ്ട്. മതി, ഞങ്ങളെ തല്ലല്ലേ, ഇനി ഞങ്ങളൊരു തെറ്റും ചെയ്യില്ല എന്നും പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും ഈ മാർക്കോയും ലോപ്പസും അടി നിർത്തണമൊന്നുമില്ല. അങ്ങനെ അടിച്ചടിച്ച് ഈ പ്രതാപൻ്റെയും വാമദേവൻ്റെയും കാലിൻ്റെ ഉള്ളൊക്കെ നല്ലോണം പൊട്ടി ചോര ഒലിക്കുന്നുണ്ട്. അതേസമയം പ്രതാപനും വാമദേവനും നല്ലോണം തന്നെ കരയുന്നുണ്ട്. എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട്, മതി ലോപ്പസെ, ഇപ്പോൾ ഏകദേശം കാലിനുള്ളതായിട്ടുണ്ട്, ഇനി അടുത്ത പണി തുടങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് വടി കളഞ്ഞിട്ട് രണ്ടുപേരും ഈ പ്രതാപനെയും വാമദേവനെയും മാറി മാറി പുറം വഴിക്കും നെഞ്ചിനൊക്കെ നല്ലോണം ചവിട്ടുന്നുണ്ട്. ചവിട്ട് കൊണ്ടിട്ടാണെങ്കിൽ ഇവർ രണ്ടുപേരും കരയുന്നുണ്ടെങ്കിലും മാർക്കോയും ലോപ്പസും ഒരു ദാക്ഷിണ്യവും കാണിക്കണില്ല. നല്ലോണം തന്നെ ചവിട്ടി ഒരു പരുവാക്കുന്നുണ്ട്. പിന്നീട് വാമദേവനെയും പ്രതാപനെയും എഴുന്നേപ്പിച്ചിരുത്തുമ്പം ഇവരുടെ രണ്ടുപേരുടെയും വായിക്കട ചോരയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ടും മാർക്കോയ്ക്ക് ഒരു സഹതാപം തോന്നണില്ല. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, മാർക്കോ ദേ ചോര, ഞങ്ങളിപ്പോൾ ചാവൂന്ന് പറയുമ്പോൾ നീയൊക്കെ ചാവണോടാ, നീയൊന്നും ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഇവന്മാരെ രണ്ടെണ്ണത്തിനെയും തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടും ലോപ്പസ്, രണ്ടെണ്ണത്തിനെയും വീട്ടിൽ കൊണ്ടുവന്ന് തള്ളിയേക്കാന്ന്. അങ്ങനെ ഈ ലോപ്പസും മാർക്കോയും ചേർന്ന് ഈ പ്രതാപനെയും വാമദേവനെയും കൂടി വലിച്ചഴിച്ച് കാറിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇന്ന് പ്രതാപം വരും എന്നുള്ള സന്തോഷത്തിൽ പ്രതാപന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പ്രതാപം വരാത്ത എന്നാന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് മോഹിനി അങ്ങോട്ട് വരുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്താടി നിനക്കൊരു സന്തോഷമില്ലാത്ത, ഇന്ന് എൻ്റെ മോൻ വന്നതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രതാപേട്ടൻ വന്നതിനെന്തിനാണ് ഞാൻ സന്തോഷിക്കാതെ ഇരിക്കണേ, എന്തായാലും പ്രതാപേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മാർക്കോയുടെ കൈക്ക് പണിയാവുമെന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മയ്ക്കും അത് കേട്ടിട്ട് പേടിയാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെന്തിനാ ഇനി മാർക്കോ അവനെ ഇടിക്കണത്, അവനാണെങ്കിൽ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്നിട്ടല്ലേ വന്നേന്ന് ചോദിക്കുമ്പം അതൊന്നും ഒരു ശിക്ഷയായിട്ടില്ല. എന്തായാലും കണ്ണൻ്റെ അച്ഛനെ കൊന്നതിനും കണ്ണനെ വീൽ ചെയറിലാക്കിയതിനും മാർക്കോയും ലോപ്പസൊന്നും പ്രതാപേട്ടനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന്. സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നല്ലോണം പേടിയാവുന്നുണ്ട്. ഇനി മാർക്കോ എങ്ങാനും അവനെ പിടിച്ചു കൊണ്ടുപോയിട്ടാണോ അവൻ വരാൻ വൈകണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രതാപൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറ് വന്നതും ഈ പ്രതാപൻ്റെ അമ്മ സന്തോഷത്തോടു കൂടി ഇറങ്ങി ചെല്ലുമ്പം ഈ പ്രതാപനാണെങ്കിൽ അറിയുന്ന ഇറങ്ങണില്ല. അതേസമയം ഡോറ് തുറന്ന് ലോപ്പസ് ഇറങ്ങണതും പ്രതാപൻ്റെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ലോപ്പസിനോടായിട്ട് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എടാ നീ അവനെ എന്താടാ ചെയ്ത്, അവനെ നീ കൊന്നോടാന്ന് ചോദിക്കുമ്പോൾ ഇല്ല കൊന്നിട്ടൊന്നുമില്ല, ഇപ്പോഴും ജീവനുണ്ട്, എന്തായാലും അധികം വൈകാതെ ആ ജീവനും എടുക്കേണ്ട വരുമെന്നും പറഞ്ഞുകൊണ്ട് ഈ ലോപ്പസ് തന്നെ വന്ന് ഡോറ് തുറന്നതും പ്രതാപനെ ആണെങ്കിൽ ഇടിച്ചൊരു പരുവാക്കി ഇരിക്കണത് ഈ പ്രതാപൻ്റെ അമ്മ കണ്ടിട്ട് സങ്കടത്തോടുകൂടി, എന്നാലും എൻ്റെ ലോപ്പസെ നീ ഇതുപോലെ ഇവനെ ചെയ്ത് എന്തിനാടാ, ഇവനല്ലെങ്കിൽ തന്നെ ജയിലിൽ കിടന്ന് ഒരുപാട് ഇടി കൊണ്ടതല്ലേ എന്ന് പറയുമ്പോൾ ആ ഇടി ഒന്നുമല്ല, ഇനിയും ഇവനക്ക് തോന്നും കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കൊല്ലണമെന്ന്. അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങളിങ്ങനെ ചെയ്തത്. ഇനി ഇവനൊക്കെ അതുപോലെ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൻ ഇങ്ങനെ ആയിരിക്കില്ല വന്നത്, ഇവൻ്റെ രണ്ട് കാലും മാർക്കോ വെട്ടിക്കളയുന്നു. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. പിന്നീട് പ്രതാപനോട് വാട പ്രതാപെന്നും പറഞ്ഞ് വിളിക്കുമ്പം അമ്മ എന്നെ ഒന്ന് പിടിച്ചേ, എനിക്ക് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലോപ്പസും പ്രതാപൻ്റെ അമ്മയും കൂടി താങ്ങി പിടിച്ച് പ്രതാപനെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സീമന്തിനി ആണെങ്കിൽ വാമദേവൻ ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്ന സമയത്ത് ഈ കാറ് വരുന്ന സൗണ്ട് കേട്ടതും വാമേട്ടൻ വന്നു. ഇനി അയാൾ വന്നിട്ട് എന്ത് കാണിക്കാനാ, എൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെ ഇങ്ങനെ പ്രാഗിക്കൊണ്ട് തന്നെയാണ് കേട്ടോ സീമന്തിനി വന്നത്. സീമന്തിനി വന്ന് നോക്കുമ്പോൾ വാമദേവനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങണില്ല. കാറിൽ നിന്ന് ഇറങ്ങുന്നത് ലോപ്പസിനെ കണ്ടതും സീമന്തിനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവർ നല്ലോണം കൈകാര്യം ചെയ്തിട്ടുണ്ടാവും അയാളെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് സീമന്തിനി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ വാമദേവനെ ലോപ്പസ് പിടിച്ച് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ആ സമയത്ത് വാമദേവൻ്റെ കോലം കാണുമ്പോൾ സീമന്തിനിക്ക് അങ്ങനെ വിഷമമൊന്നും തോന്നണില്ല. സീമന്തിനി മനസ്സിൽ വിചാരിക്കുന്നത് എന്തായാലും കണക്കിന് കിട്ടിയിട്ടുണ്ട്, അയാൾക്കത് വേണം, എൻ്റെ മക്കളുടെയും ജീവിതം തുലച്ചില്ലേ, ഇനി ഇയാളെ നോക്കേണ്ട വരൂല ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വാമദേവനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അകത്ത് ചെന്നതും സീമന്തിനി ചോദിക്കുന്നുണ്ട്, ആ മാർക്കോയാണ് നിങ്ങളിങ്ങനെ ആക്കിയെന്ന് ചോദിക്കുമ്പം അതേ സീമന്തിനി അവൻ എന്നെ കൊല്ലാക്കൊല ചെയ്തു, എന്നെ മാത്രമല്ല ആ പ്രതാപനെ. അന്നേരം സീമന്തിനി പറയുന്നുണ്ട്, അതേതായാലും നന്നായി, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റുള്ളവരെ കൊല്ലണമെന്ന് തോന്നൂലല്ലോ എന്ന്. ആ സമയത്ത് ഈ വാമദേവനാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി തന്നെ ഇങ്ങനെ സീമന്തിനിനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കരുണയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുത്ത് നോക്കിയതും മുത്തശ്ശിയാന്ന് കണ്ടിട്ട് കരുണ വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട്, എന്താ മുത്തശ്ശി അച്ഛൻ വന്നു എന്ന് ചോദിക്കുമ്പോൾ, ഉവ്വ മോളെ പ്രതാപം വന്നു, അവൻ്റെ കോലം നീ ഒന്ന് കാണണം മോളെ, ആ മാർക്കോയും ലോപ്പസും ചേർന്ന് അവനെ തല്ലി ചതച്ച് കൊല്ലാറാക്കിയാൽ മോളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടേക്കണം, ഇനി അവൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല മോളെ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അത് നന്നായി, അച്ഛൻ ചെയ്തതിനുള്ളത് അച്ഛന് കിട്ടാതിരിക്കില്ലല്ലോ, അച്ഛൻ കാരണം ഇപ്പം
എൻ്റെ ജീവിതം ഇങ്ങനെയായത്, ഇനി അച്ഛൻ്റെ കാര്യവും പറഞ്ഞ് മുത്തശ്ശി എന്നെ വിളിക്കണ്ടെന്ന് പറയണം. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണം, മോളെ എങ്ങനെയെങ്കിലും കണ്ണനോട് പറഞ്ഞ് ആ നഷ്ടപരിഹാരത്തിൻ്റെ കേസൊന്ന് പിൻവലിക്കാൻ പറയണം, ഇല്ലെങ്കിൽ പ്രതാപൻ്റെ എല്ലാ സമ്പാദ്യവും വിറ്റ് കണ്ണന് കൊടുക്കേണ്ടി വരും മോളെ. അന്നേരം ഈ കരുണ പറയുന്നുണ്ട്, അതിന് കണ്ണേട്ടൻ ആ സമ്പാദ്യമൊന്നും വേണ്ട മുത്തശ്ശി, കണ്ണേട്ടൻ പറയണത് അതേതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കുന്ന, പക്ഷേ ഉണ്ണിയേട്ടൻ ആ നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ എന്നുള്ള വാശിയിലാണ് നിൽക്കണേന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും ഉണ്ണിയെ സോപ്പിട്ട് സമ്മതിപ്പിക്കും മോളെ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങേണ്ട വരുമെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഞാൻ ഉണ്ണിയേട്ടനോട് സംസാരിക്കാനൊന്നും പോണില്ല, ഉണ്ണിയേട്ടനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഞാൻ കണ്ണേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കാം. എന്നിട്ട് ഇപ്പം അച്ഛനെ എങ്ങനെയുണ്ട് മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം അവനിവിടെ കരഞ്ഞു പിഴിഞ്ഞ് കിടക്കുന്നുണ്ട്, മോള് വരുന്നുണ്ടോ അച്ഛനെ കാണാമെന്ന് ചോദിക്കുമ്പം എനിക്ക് ആ കാഴ്ച കാണാൻ പറ്റില്ല മുത്തശ്ശി, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, എന്തായാലും ഞാൻ കണ്ണേട്ടനോട് സംസാരിക്കാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചിട്ട് കരുണ ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആദ്യം തന്നെ. എന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, അച്ഛനൊക്കെ ജയിലിൽ നിന്ന് വന്നു എന്ന്. സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ജയിലിൽ നിന്ന് ഇറങ്ങിയതൊക്കെ കൊള്ളാം, പക്ഷേ ആ മാർക്കോയുടെ കയ്യിൽ വെച്ചെന്ന് പെടാതെ നിൻ്റെ അച്ഛനോട് നോക്കിക്കോളാൻ പറയാമെന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞു ഉണ്ണിയേട്ടാ, മാർക്കോ അച്ഛനെയും അമ്മാവനെയും കൊണ്ടുപോയി ഇടിച്ച് നല്ല പരുവാക്കിയിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടേക്കണത്. അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മാവനും കയ്യിലേർന്നോടി, അവർ തല്ലിയപ്പോൾ തിരിച്ച് കൊടുക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മാർക്കോയുടെ ആരോഗ്യം ഉണ്ണിയേട്ടനെ അറിയാവുന്നതല്ലേ, പിന്നെ എന്താ ഉണ്ണിയേട്ടൻ ഇങ്ങനെ പറയണേന്ന്. പിന്നീട് കരുണയാണെങ്കിൽ മുത്തശ്ശി വിളിച്ച കാര്യങ്ങളൊന്നും ഉണ്ണിയോട് പറയാണ്ട് നേരെ കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കണ്ണൻ അന്നേരം ചോദിക്കുന്നുണ്ട്, എന്താടി നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ അത് കണ്ണേട്ടൻ, എനിക്ക് കണ്ണേട്ടനോടൊരു കാര്യം പറയാനുണ്ട്, കണ്ണേട്ടൻ ആ കേസൊന്ന് പിൻവലിക്കുമെന്ന് ചോദിക്കണം. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഏത് കേസ് പിൻവലിക്കണ കാര്യം നീ പറയണേന്ന് ചോദിക്കുമ്പോൾ അച്ഛനുക്കും അമ്മാവനുക്കും എതിരെ കണ്ണേട്ടൻ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിട്ടില്ലേ, ആ കേസ് പിൻവലിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ എല്ലാ സമ്പാദ്യം വിറ്റാലും നഷ്ടപരിഹാരം തരാൻ തികയില്ല എന്ന് അച്ഛൻ പറയണേന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ആ കേസ് ഞാൻ ഒരിക്കലും പിൻവലിക്കാൻ പോണില്ല, അതുമാത്രമല്ല നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നിട്ടുള്ള നഷ്ടപരിഹാരമൊന്നും കിട്ടിയിട്ട് ജീവിക്കാനല്ല ഞാൻ നിൽക്കണം, അത് ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാനാണ് തീരുമാനിച്ചേക്കണേ. പക്ഷേ നിൻ്റെ ഭർത്താവ് ഉണ്ണിയുണ്ടല്ലോ, അവൻ ആ സ്വത്ത് വേണമെന്ന് തന്നെ ആഗ്രഹിക്കണേ, അവൻ അച്ഛനൊക്കോ നിനക്കോ ആർക്കും ഒരു പ്രാധാന്യം കൽപ്പിക്കണവനല്ല, അവൻ സ്വത്തിന് മാത്രമേ പ്രാധാന്യം കൽപ്പിക്കണുള്ളൂ എന്ന്. എന്തായാലും നീ ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, അതൊരിക്കലും നടക്കാൻ പോണില്ല എന്ന്. പിന്നീട് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഈ ദുർഗയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കാര്യങ്ങളാണെന്ന് ചോദിച്ചതും ഇവളുടെ അച്ഛനും അമ്മാവനും ആ മാർക്കോ കണക്കിന് കൊടുത്തെന്നാണ് പറഞ്ഞത്, ജയിലിൽ നിന്ന് ഇറങ്ങിയതും നേരെ മാർക്കോയുടെ ആ താവളത്തിലേക്കാണ് കൊണ്ടുപോയത്, അവിടെ ഇട്ട് നല്ലോണം പെരുമാറിയിട്ട് ഇവളുടെ അച്ഛനെ അമ്മാവനെയും മാർക്കോ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, ഇനി അവർ ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നണേന്ന് പറഞ്ഞതും ദുർഗ പറയുന്നുണ്ട്, അതുപോലെയുള്ള ദുഷ്ടന്മാരൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്തിനാടാ, അവന്മാരൊക്കെ ആവട്ടെ, ഇനി അവരുടെ പേര് പോലും നീ ഇവിടെ മിണ്ടി പോകരുത്. എന്തായാലും ഞാൻ ആ വാമദേവനെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു, മാർക്കോ അവനെ നല്ലോണം കൈകാര്യം ചെയ്തെന്നല്ലേ പറഞ്ഞേ, ആ അവസ്ഥയെ തന്നെ എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന്. അതും പറഞ്ഞ് ദുർഗ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.